ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ നമ്മളെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. വിശുദ്ധ പൗലോസ് എഫെസ്യർക്ക് എഴുതിയ ലേഖനത്തിലെ 4-ാം അധ്യായത്തിലെ 8ഉം 9ഉം തിരുവചനം നമുക്ക് വായിക്കാം. അതിനാൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു: അവൻ ഉന്നതങ്ങളിലേക്ക് ആരോഹണം ചെയ്തപ്പോൾ അസംഖ്യം തടവുകാരെ കൂടെ കൊണ്ടുപോയി. മനുഷ്യർക്ക് അവൻ ദാനങ്ങൾ നൽകി. അവൻ ആരോഹണം ചെയ്തു എന്നതിൻ്റെ അർത്ഥം എന്താണ്? അവൻ ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങി എന്ന് കൂടിയല്ലേ? ശക്തമായ തിരുവചനമാണ് നമ്മൾ ദൈവത്തിൽ നിന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അതിനാൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു: അവൻ ഉന്നതങ്ങളിലേക്ക് ആരോഹണം ചെയ്തപ്പോൾ അസംഖ്യം തടവുകാരെ കൂടെ കൊണ്ടുപോയി. അവൻ ആരോഹണം ചെയ്തു എന്നതിൻ്റെ അർത്ഥം എന്താണ്? അവൻ ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങി എന്നുകൂടിയല്ലേ? ഇന്ന് ദുഃഖശനിയാഴ്ചയാണ്. അപ്പോൾ ആ ദുഃഖശനിയാഴ്ച ക്രിസ്തു എവിടെയാണെന്നുള്ള സത്യമാണ് നമ്മൾ വായിച്ചു കേട്ടത്. അരിമത്യായിലെ ജോസഫിനെ കുറിച്ച് 2 പ്രത്യേക പ്രതിപാദ്യങ്ങൾ സുവിശേഷത്തിലുണ്ട്. 1, അവൻ നീതിമാനും ധനികനുമായിരുന്നു. 2, അവൻ ആലോചനാ സംഘത്തിലെ അംഗമെങ്കിലും അവരുടെ ആലോചനകളിൽ പങ്കുചേരാത്തവനായിരുന്നു. എല്ലാത്തിനും ഉപരി ദൈവരാജ്യം പ്രതീക്ഷിച്ചിരിക്കുന്നവനുമായിരുന്നു. മത്തായിയുടെ സുവിശേഷത്തിലെ 27-ാം അധ്യായത്തിൽ 57-ാം തിരുവചനം, അതുപോലെ ലൂക്കയുടെ സുവിശേഷത്തിലെ 23-ാം അധ്യായത്തിൽ 50-ാം തിരുവചനം. ഞാൻ വചനോട് വായിക്കുന്നില്ല, അത് വ്യക്തമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട്. ദൈവരാജ്യത്തെക്കുറിച്ചുള്ള പ്രതീക്ഷയാണ് അവനെ ക്രിസ്തു ശിഷ്യനാക്കിയത്. രസകരമായ ഒരു ഖ്യാതി തന്നെ ഒരു കഥയുണ്ട്. ക്രിസ്തുവിനെ സംസ്കരിച്ചതിൻ്റെ പിറ്റേന്നാൾ, അതായത് ദുഃഖശനിയാഴ്ച, പീലാത്തോസ് ജോസഫിനെ കണ്ടുമുട്ടി. പീലാത്തോസ് ജോസഫിനോട് ചോദിച്ചു: ജോസഫ്, ഒരു കാര്യം എനിക്ക് പിടികിട്ടുന്നില്ല. ഈ ദേശത്തെ ഏറ്റവും വലിയ ധനികനാണ് നീ. പുതുപുത്തൻ കല്ലറയാണ് നീ പണിതു വച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ആ ക്രിസ്തുവിനെ സംസ്കരിക്കാൻ നീ അത് വിട്ടുകൊടുത്തത്? ജോസഫ് പീലാത്തോസിനോട് പറഞ്ഞു: ആരാ പറഞ്ഞത് എല്ലാ കാലത്തേക്കുമായിട്ടാണത്? ഇതൊരു വെറും 3 ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ. ദൈവരാജ്യം പ്രതീക്ഷിച്ചിരുന്ന ജോസഫിനെ ക്രിസ്തുവിനെ അറിയാമെന്ന് കരുതിയിരുന്ന പലർക്കും യഥാർത്ഥത്തിൽ അറിയുകയുമില്ല. ഇതാണ് സംഭവിച്ചത്. ദുഃഖശനി ഏറെ നിശബ്ദത കോരിയിടുന്ന ദിനമാണ്. ഉയർപ്പിൽ പ്രത്യാശ വെച്ചിരിക്കുന്നവർക്ക് മാത്രമേ നിരാശയിലേക്ക് വീണു പോകാതെ ഈ ഒരു ദിനം പിന്നിടാനാവൂ. ക്രിസ്തുവിൻ്റെ അനുനായികളെ ആ ശനിയാഴ്ച പിടിച്ചു നിർത്തിയത് മറിയം ആയതുകൊണ്ടാകണം. ആണ്ടുവട്ടത്തിൽ എല്ലാ ശനിയും മറിയത്തിനുള്ളതാണ്. പ്രത്യാശയുടെ പ്രഭാത നക്ഷത്രമാണ് അവൾ. സൂര്യവെളിച്ചത്തെ എത്ര കാലം ആകാശമേഘങ്ങളിലേക്ക് മറച്ചു പിടിക്കാനാകും? സത്യത്തെ എത്ര കാലം കല്ലറയിൽ നമുക്ക് പൂട്ടിവെക്കാനാകും? അവളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്നാണ് എഴുതപ്പെട്ടിരിക്കുന്നത്. ആ മൗനത്തിൻ്റെ തിരുമുറ്റത്ത് മറിയം മറ്റുള്ള ശിഷ്യഗണങ്ങളെയും ഒരുക്കി നിർത്തി. അടുത്ത പ്രഭാതത്തിനായി ഇന്നും അവൾ ചെയ്യുന്നത് ഇത് തന്നെയാണ്. കാത്തിരിക്കുക, ഉയിരിൻ്റെ വിസ്മയം കാണാം എന്നവൾ പറയും. കാത്തിരിക്കുക, അവൻ്റെ 2ാമത്തെ വരവ് നമുക്ക് കാണാൻ സാധിക്കും. പാതാളത്തിലെ തടവുകാർക്കുള്ളതാണ് ഈ ദിനം എന്നതും പ്രധാനമാണ്. വിശ്വാസ പ്രമാണത്തിൽ അവൻ പാതാളത്തിൽ ഇറങ്ങി എന്ന പ്രഖ്യാപനം ശ്രദ്ധിക്കുക. ആദം മുതൽ ക്രിസ്തുവിൻ്റെ കാലം വരെ രക്ഷകനായി കാത്തു പാർത്തിരുന്ന സകല നീതിമാന്മാരെയും തൻ്റെ രക്ഷാകര ചെയ്തികളിൽ പങ്കുകാരാക്കാനാണ് ഈ ഇറങ്ങൽ. ഭൂമിയെ അനാഥമാക്കാനല്ല, മറിച്ച് പാതാളത്തെ സനാതനമാക്കാനാണ് ഈ ദിനം ദുഃഖശനിയാഴ്ച നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ആദിമ ക്രിസ്ത്യാനികൾ വലിയ ശനിയാഴ്ച ദിവസം മാമോദിസ നൽകുന്ന ദിനമാക്കി മാറ്റിയത്. വിശുദ്ധ ജോൺ ക്രിസ്റ്റോ പറയും, മാമോദിസ എന്നത് നരകത്തിലേക്കുള്ള ഇറക്കവും കയറ്റവുമാണെന്ന്. ദുഷ്ടകരങ്ങളിൽ നിന്ന് നമ്മെ മോചിപ്പിക്കുന്ന കൃപയാണത്. കാത്തിരിക്കുന്നവർക്കാണ് ഉത്ഥാനമുള്ളത്. വലിയൊരു ആശുപത്രിയിൽ ക്യാൻസറിൻ്റെ ചികിത്സയ്ക്കുമായി മരണത്തോട് മല്ലിട്ട് കിടക്കുമ്പോൾ ഫാദർ സാജൻ ഇങ്ങനെ പാടാൻ തുടങ്ങി: ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല, ഒരു രാവും പുലരാതിരുന്നിട്ടില്ല, ഒരു നോവും കുറയാതിരുന്നിട്ടില്ല. കാത്തിരിക്കുന്നവരെ തേടി ഉത്തിതൻ വരാതിരിക്കില്ല. ഈ ഭൂമുഖത്തെ മുഴുവൻ ഇരുട്ടും ഒരുമിച്ച് ശ്രമിച്ചാലും ഒരു ചെറുതിരിയുടെ വെളിച്ചത്തെ നശിപ്പിക്കാനാവില്ല എന്നറിയുക. ജീവനാണ് മരണത്തെക്കാൾ സത്യം, വെളിച്ചമാണ് ഇരുട്ടിനേക്കാൾ ശക്തം.
സ്നേഹത്തിനാണ് വെറുപ്പിനേക്കാൾ ഊർജം എങ്കിൽ ക്രിസ്തുവിൻ്റെ ഉയിരിനാണ് മരണത്തെക്കാൾ കരുത്തുള്ളത്. പ്രിയമുള്ളവരെ, ഉയർപ്പ് ജീവിതാവസാനം വരെ മാത്രം ഉണ്ടാകേണ്ട ഒന്നല്ല, ജീവിതത്തിൻ്റെ നിരന്തര പോരാട്ടങ്ങളിൽ സംഭവിക്കേണ്ടതാണ്. ഈ ജീവിതത്തിൻ്റെ പോരാട്ടങ്ങളിൽ പാപത്തോടും ദുഷ്ടത്തിനോടും മരണാകരമായ പ്രലോഭനത്തോടും വിജയിക്കാനായില്ലെങ്കിൽ മരണശേഷം മാത്രം സംഭവിക്കുന്ന ഈ ഉത്ഥാനത്തിൽ പ്രതീക്ഷ വയ്ക്കുന്നതെങ്ങനെ? നിരാശയിൽ ചടഞ്ഞിരിക്കാതെ ക്രിസ്തുവിൻ്റെ വെളിച്ചത്തിൽ എഴുന്നേൽക്കുക. ആ വെളിച്ചത്തിന് ഭൂമുഖത്ത് ഉത്തിതൻ കാത്തിരിക്കുന്നുണ്ടായിരിക്കും. ഒരു ഇലയെടുത്ത് കണ്ണോട് വെച്ച് നേരെ നോക്കുമ്പോൾ നിങ്ങൾക്കതിൽ കുരിശ് കാണാൻ സാധിക്കും. ഇതേ ഇല സൂര്യ വെളിച്ചത്തിലേക്ക് ഉയർത്തിപ്പിടിക്കുമ്പോൾ അതിൽ ഉയർപ്പമുണ്ട്. കുരിശുമരണങ്ങളും ഉയർപ്പും നിത്യജീവിതത്തിലെ സംഭവങ്ങളാണ്. ജീവിത കുരിശുകളെ ആ നീതി സൂര്യൻ്റെ നേരെ ഉയർത്തുക, എന്നിട്ട് പതുക്കെ പതുക്കെ ഉയർക്കുക. ഉയിരിൻ്റെ നാഥൻ കൂടെയുണ്ട്. പ്രിയമുള്ളവരെ, ഈ ദുഃഖശനിയാഴ്ച നമുക്ക് ഒരു ഉയർപ്പുണ്ടെന്നുള്ള സത്യം തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനായി ഒരുങ്ങുക. നമ്മുടെ ഉയർപ്പിനായിട്ട് നമ്മുടെ സനാതന സത്യങ്ങൾ മനസ്സിലാക്കുക. ഒരു ദുഃഖവെള്ളിയാഴ്ചയ്ക്ക് ശേഷം ഉയർപ്പ് തിരുനാളെന്നുള്ള സത്യം തിരിച്ചറിയുക. നമുക്ക് നമ്മളെ വിട്ടുകൊടുക്കാം. ഈ ദുഃഖശനിയാഴ്ച നമ്മൾ ആചരിക്കുമ്പോൾ ഉയർപ്പിൻ്റെ വലിയ ദിവസം കടന്നു വരുമെന്നുള്ള സത്യം തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ പൂർണ്ണമായി ദൈവകരങ്ങളിൽ സമർപ്പിച്ചു കൊടുക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. അനുദിന പോരാട്ടങ്ങളിൽ പതറാതെ ഉത്തരനിൽ മനസ്സുറപ്പിക്കാൻ ഞങ്ങളുടെ മേ പരിശുദ്ധ മറിയമേ, ഞങ്ങൾക്ക് ഓരോരുത്തർക്കും തുണയായിരിക്കണമേ. ഉത്തരനോടൊപ്പം ആയിരിക്കുവാനായിട്ട്, ആ വിശ്വാസ സത്യം ഞങ്ങൾക്ക് തിരിച്ചറിയാനായിട്ട് ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പൂർണ്ണമായ ഉൾക്കരുത്തിനാൽ ജീവിക്കാനും ക്രിസ്തീയ ജീവിതം ക്ലേശങ്ങളുടെയും സങ്കടങ്ങളുടെയും ജീവിതമാണെങ്കിലും ഒരു ഉത്ഥാനം പുറയുണ്ടെന്നുള്ള തിരിച്ചറിവിനാൽ ഞങ്ങൾ നയിക്കപ്പെടട്ടെ. കർത്താവെ, ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഈ തിരുവചനം ശ്രവിക്കുന്ന എല്ലാ മക്കളെയും ഒത്തതിനോടൊപ്പം തന്നെ ജീവിക്കാനായിട്ട് അനുഗ്രഹിക്കണമേ. ഒത്തതിൻ്റെ വലിയൊരു പ്രത്യാശയിലേക്ക് ഞങ്ങളെ നയിക്കണമേ. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ.